നിനക്ക് ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ പറഞ്ഞുതരാം. 2026 ഈ കാലഘട്ടത്തിലും ആഫ്രിക്കയിലെ ചില ഗോത്രഭാഗങ്ങളിൽ മനുഷ്യരെ പുഴുങ്ങി തിന്നുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ അത് ഹീറോയിസമാണ്. പക്ഷെ ഇതേ ആഫ്രിക്കക്കാരെ നോക്കി കളിയാക്കുന്ന വടക്കേന്ത്യയിലുള്ള പശുവിന്റെ പേരിൽ ആൾക്കാരെ ഓടിച്ചിട്ടടിക്കുന്ന മനുഷ്യരുണ്ട്. ഇവരെ രണ്ടുപേരെയും പരിഹസിക്കുന്ന നമ്മളെ പോലുള്ള വിദ്യാസമ്പന്നരായിട്ട് നമ്മൾ സ്വയം വിചാരിക്കുന്ന 2026 നിന്റെ ജെൻസി ജനറേഷനിലുള്ള പിള്ളേരുണ്ട്. പക്ഷെ നീയോ അല്ലെ നിന്റെ കൂട്ടുകാരികളോ റോഡിലൂടെ ജെട്ടിയിട്ടുകൊണ്ട് ഇപ്പോഴും വീട്ടിലേക്കൂടെ ഓടിയാൽ നിങ്ങളെ കാമക്കണ്ണോടുകൂടി വൃത്തികെട്ട കമന്റുകളും പറഞ്ഞ് ഒരു പ്രത്യേക അസ്വസ്ഥതയായിട്ട് പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ജെൻസി ജനറേഷനും അല്ലെങ്കിൽ ഞങ്ങളുടെ പോലുള്ള ഓൾഡ് ജനറേഷൻ എല്ലാ ജനറേഷനും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാൽ ഇതേ ആൾക്കാർ നിങ്ങൾ തന്നെ നേരെ യൂറോപ്പിലൂടെ പോയി റോഡിലൂടെ ഓടിക്കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ജെൻസി ജനറേഷൻ മൈൻഡ് ചെയ്യത്തില്ല, അപ്പമാരായിട്ടുള്ള 80 വയസ്സുള്ള ജനറേഷൻ മൈൻഡ് ചെയ്യത്തില്ല, മില്ലേനിയൻസ് ആയിട്ടുള്ള ആൾക്കാർ മൈൻഡ് ചെയ്യത്തില്ല, 90s മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പൊ ഈ വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പൊ കാലഘട്ടത്തിൽ ഓരോ സ്ഥലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഓരോ സംഭവങ്ങളും ടെക്നോളജിയും വിദ്യാഭ്യാസവും സാമ്പത്തികമായിട്ടുള്ള നിലവാരങ്ങളും ആ ഒരു ഭൗതിക ബോധവും ഇന്റലക്ച്വൽ തലത്തിലോട്ട് ജനങ്ങൾ എത്തുന്നു എന്നുള്ളതിന്റെ ആ ഒരു വ്യത്യാസം മാത്രമാണ്. അല്ലാതെ ഇത് ജനറേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല.